ഹായ് ഗൈസ്, ഞാൻ ഇന്ന് ഷീനിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുടെ അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഓൾറെഡി ഞാൻ ഒരെണ്ണം പൊട്ടിച്ചതിലൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ചാർജിങ് ഹോൾഡറാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാനായിട്ട്. നമുക്കിപ്പോൾ ഒരു റീസെൻ്റ് ഒരു ട്രാവൽ വരുന്നുണ്ട്, അതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ചാർജർ സെറ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, ജസ്റ്റ് അൺബോക്സ് ചെയ്തപ്പോൾ. ഇത് വളരെ ക്യൂട്ടായിട്ടുണ്ട്, നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ ഫ്രണ്ടിൽ അത് എയർപ്ലെയിൻ സ്റ്റഫ് എന്ന് എഴുതിയിരിക്കുന്നതൊക്കെ കൊള്ളാം. അപ്പോൾ നമുക്ക് റീസെൻറ്റ് ട്രാവലിങ്ങിന് വേണ്ടി തന്നെയാണ് ഞാനത് മെജോറിറ്റി ആയിട്ട് മേടിച്ചത്. അതിലൊന്നാണിത്. ഇനി അടുത്തതായിട്ടൊരു ബേബി ബാഗാണ്, അതായത് ബേബിയുടെ എസെൻഷ്യലൊക്കെ വെക്കാൻ പറ്റുന്നൊരു ബാഗാണ്, ഡൈപ്പർ ബാഗ് പോലത്തേത്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഈ കളർ ഞാൻ ചൂസ് ചെയ്തതാണ്, വളരെ ഇഷ്ടപ്പെട്ടിട്ട്. ഇതെങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഞാനും ഒരു ക്യൂരിയോസിറ്റിയിലാണ്. ഇത് എന്താ ഡൈപ്പർ, അത്യാവശ്യം ക്ലോത്ത്, ദെൻ ഫോമുല മിൽക്സ് അതൊക്കെ വെക്കാൻ പറ്റും. പിന്നെ സൈഡിൽ സ്റ്റോറേജ് ഉണ്ട്, ദെൻ ഫ്രണ്ടിലും സ്റ്റോറേജ് ഉണ്ട്. ഇത് അത്യാവശ്യം ഉണക്കി പറയും. നെക്സ്റ്റ് ഇതൊരു ക്ലച്ച് ക്ലിപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രാവൽ പോകുന്നത് കൊണ്ട് അതിന് വേണ്ടി എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ. ഇതൊക്കെ ഭയങ്കര പ്രൈസ് ലോ ആണ് കേട്ടോ. ഇവിടെ ഷീൻ അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റിയിൽ കിട്ടുന്നതാണ് ഈ വെയിൽ. അത് ഷീന് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പാണ്. ഇത് 3 പീസ് വരുന്നൊരു സെറ്റാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് സപ്പോർട്ടാണ്. അപ്പം നമ്മളിങ്ങനെ നെക്കിൻ്റെ അവിടെ ഒരു ബെൻഡ്, ഇങ്ങനെ നമുക്കൊരു ബെൻഡ് പോലെ ഉണ്ട്, ഒരു വളവ് പോലെ ഉണ്ട്, മുതുകിൻ്റെ അവിടെ ഒരു വളവ് പോലെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ നെക്ക് സപ്പോർട്ടാണ്. അപ്പോൾ എനിക്ക് പൊതുവേ ഒരു നെക്കിലിങ്ങനെ ആ ഒരു ഏരിയയിലൊരു ബെൻഡ് പോലെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വളഞ്ഞ രീതിയിലാണ് നടക്കുന്നത്. സോ അതിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോസ്റ്റർ ചേഞ്ച് ചെയ്യുന്നൊരു തരം ബെൽറ്റാണിത്. നമുക്ക് യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഭയങ്കര ഒരു പോസ്റ്റർ ചേഞ്ച് തരും. അതാണിത്. നെക്സ്റ്റ് ഡ്രിമ്മറാണ്, ഹെയർ ഡ്രിമ്മർ. നമുക്ക് ഐബ്രോസൊക്കെ ത്രെഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ഐബ്രോസ് ത്രെഡിങ് അല്ലെങ്കിൽ നമ്മുടെ നോസിൽ നിന്ന് ഹെയർ എടുക്കാൻ അതിനൊക്കെ ത്രെഡ് ചെയ്യുന്ന സംഭവമാണിത്. ഇതൊക്കെ ഇങ്ങനെ കയറ്റി. സോ ഇതിനൊരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്, അതെ ഒരു ബ്രഷ് വരുന്നുണ്ട്. വളരെ ക്യൂട്ടാണ് ഈ സംഭവം കാണാനായിട്ട്. ഇങ്ങനെയാണിത്. ഇപ്പോൾ ഓണാക്കാൻ ചാർജിങ് ഇടണം എന്ന് തോന്നുന്നുണ്ട്. നല്ല ചാർജിങ് ഇട്ടാൽ തന്നെ ഇത്. എന്നാലും ഇതിൻ്റെ ഓൺ ഓഫ് ഉണ്ടല്ലോ, അതെവിടെ? അതൊക്കെ നമുക്ക് പയ്യെ കണ്ടുപിടിക്കണം. അതിൻ്റെ റിമൂവ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ. അങ്ങനെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണിത്. ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ അതാണ് അടുത്തത്. നെക്സ്റ്റ് ഇത് നമ്മുടെ കിച്ചണിൻ്റെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു ടാബ്ലറ്റാണ്. അത് ഇത്ര വലിയൊരു പാക്കേജിൽ ഇത്ര ചെറുതായിരിക്കും എന്ന് വിചാരിച്ചില്ല. ഇത് ഭയങ്കര ഞാനും ആയിപ്പോയി. നെക്സ്റ്റ് ഇതൊരു സോക്സിൻ്റെ സെറ്റാണ്. ആക്ച്വലി എനിക്ക് വേണ്ടി ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഷൂസൊക്കെ ഇടുകയല്ല, അപ്പോൾ ഒരു സോക്സിൻ്റെ സെറ്റ് വാങ്ങിയതാണിത്. നെക്സ്റ്റ് ഇതൊരു എനിക്കൊരു 10 പെയർസ് ഉണ്ടെന്ന് തോന്നുന്നു. 1 2 3 4 5 6 7 8 പീസ് 8 9 10 വരുന്ന, ഞാൻ മറന്നുപോയി, 10 വരുന്നൊരു സെറ്റാണിത്. ഓർഡർ ചെയ്തപ്പോൾ പിന്നെ മറന്നുപോയി. ഇത് ഞാനൊരു ഫുഡ് സോൾട്ട്, നമ്മൾ ഫുഡ് സ്പോ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ബാത്ത് സോൾട്ടാണ്. ഇതിവിടെ ഇങ്ങനെ യൂസ് ചെയ്താൽ നമുക്ക് എങ്ങനെ വരുമോ അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ വാങ്ങിച്ചതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ എന്തായാലും പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് നമ്മുടെ സ്ക്രോളർ ഹുക്സാണ്. ഇവിടെ കുഞ്ഞുണ്ടായതുകൊണ്ട് അവർക്കുള്ള സ്ക്രോളറിൽ നമ്മുടെ ബാഗ്സിൻ്റെ എസെൻഷ്യലൊക്കെ ഇടാൻ പറ്റിയൊരു സ്ക്രോളർ ഹുക്കാണിത്. സ്ക്രോളർ ഹുക്ക്. ദെൻ ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ജെല്ലാണ്. ആക്ച്വലി ഇത് ഭയങ്കര വൈറലായ കോറിയൻ പ്രോഡക്റ്റാണ്. എക്സ്ഫോളിയേറ്റിംഗ് ജെൽ, ലൈക്ക് നമ്മുടെ കൊളാജൻ എക്സ്ഫോളിയേറ്റിംഗ് ജെല്ല്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ആക്കാനായിട്ട് വാങ്ങിച്ചതാണ്. ഇതെങ്ങനെയുണ്ടെന്ന് ഇത് ഞാൻ പറയാം. ഇത് പിന്നെ ഞാൻ 2 ഷോർട്സ് വാങ്ങിച്ചതാണ് കേട്ടോ.
എനിക്ക് 2 ഷോർട്സ് ട്രാവലിംഗ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇനി ഇതൊരു ഫേസ് വാഷ്, ഇതൊരു റൈസ് സിൽക്കി ക്ലെൻസർ, എഗെയിൻ ഒരു കൊറിയൻ പ്രോഡക്റ്റാണ് വൈറലായിട്ടുള്ളത്. സോ അത് എങ്ങനെയുണ്ടെന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്ക്രീൻ ഹോൾസ്. ഇതിൻ്റെയൊക്കെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ബൈ. നെക്സ്റ്റ്